ദാസന്റെ മക്കൾ ശ്ലീബ ആഘോഷിച്ചു വയ്ക്കണമെന്നുള്ള ബഹുമാനപ്പെട്ട അച്ഛൻ്റെ താല്പര്യപ്രകാരം ഇപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയൊക്കെ വയ്ക്കുന്നു.
ശേഷം പരിശുദ്ധാത്മകന്മാരുടെ നടപ്പാളുടെ പുസ്തകത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ മോശയോട് സംസാരിച്ചവൻ കാണിച്ചു കൊടുത്ത് കൽപ്പിച്ച പ്രകാരം നിർമ്മിക്കപ്പെട്ട പിതാക്കന്മാരുടെ സാക്ഷ്യ കൂടാരം മരുഭൂമിയിലായിരുന്നു. അവരുടെ മുമ്പിൽ നിന്ന് പ്രജാതികളെ ആട്ടിക്കളഞ്ഞ് ദൈവം അവകാശപ്പെടുത്തി കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് നമ്മുടെ പിതാക്കന്മാരും യോശുവയും കൂടി ആ കൂടാരം കൊണ്ടുവരികയും അത് ദാവീദിന്റെ കാലം വരെ നിലനിൽക്കുകയും ചെയ്തു. ദൈവ സമക്ഷത്തിൽ നിന്ന് കൃപ ലഭിച്ചനായ ആ ദാവീദ് യാക്കോബിന്റെ ദൈവത്തിന് ഒരു കൂടാരമുണ്ടായി കാണുവാൻ ആഗ്രഹിച്ചു. ശലോമോൻ അവനായി ഒരു ഭവനം പണിതു. ആകാശം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമായിരിക്കെ നിങ്ങൾ എനിക്ക് പണിയുന്ന ഭവനം ഏതാണ്? അല്ലെങ്കിൽ എന്റെ വിശ്രമസ്ഥാനം ഏത് എന്നും ഇതാ ഇവയെല്ലാം എന്റെ കയ്യാലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവ് പറയുന്നു എന്ന് ദീർഘദർശി പറഞ്ഞ പ്രകാരം അത്യുന്നതൻ കൈവേലയാൽ കത്തിച്ചില്ല. കഠിനകണ്ഠന്മാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന നടത്താത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ചു കൊന്നവനായ ആ പുണ്യവാന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചവരായ പ്രവാചകന്മാരിൽ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ കൊല്ലാതെയും പീഡിപ്പിക്കാതെയും ഇരുന്നിട്ടുള്ളത്? മാലാഖമാരുടെ കൽപ്പനയാൽ നിങ്ങൾ ന്യായപ്രമാണം കൈക്കൊണ്ടു, എന്നാൽ അതിനെ നിങ്ങൾ ആചരിച്ചില്ല. ആമീൻ. ഹബീബായി പാർക്കുമോ രണ്ടാമത്തെ തിരുശിലിക്കകത്തുള്ള ഉൾക്കൂടാരമാകട്ടെ മഹാവിശുദ്ധ സ്ഥാനം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിൽ സ്വർണ്ണ ധൂപസ്ഥാനവും മുഴുവൻ സ്വർണ്ണം പൊതിഞ്ഞ നിയമഘട്ടവും ഉണ്ടായിരുന്നു. അതിനകത്ത് മണ്ണായിട്ട് വെച്ചിരുന്ന പൊൻപാത്രവും അഹ്റോന്റെ തണുത്ത വഴിയിൽ നിർമ്മഫലങ്ങളും ഉണ്ടായിരുന്നു. അതിന്മേൽ കൃപാസനത്തിന് നിഴൽ കൊടുക്കുന്നവരും തേജസ്വികളുമായ ഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടിരുന്ന ഓരോന്നിനെ കുറിച്ചും പറയാൻ സമയമില്ല. പുറത്തെ കൂടാരത്തിൽ സദാ പുരോഹിതന്മാർ പ്രവേശിച്ച് അവരുടെ ശുശ്രൂഷ നടത്തി വന്നു. അതിനകത്തുള്ള കൂടാരത്തിൽ ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനങ്ങളുടെ അപരാധത്തിന് വേണ്ടിയും അർപ്പിക്കപ്പെട്ട രക്തത്തോടുകൂടി പ്രവേശിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യ കൂടാരം നിലനിന്നിടത്തോളം കാലം വിശുദ്ധന്മാരുടെ മാർഗം വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരുന്നു. കാഴ്ചകളും ബലികളും അർപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതൊരു ദൃഷ്ടാന്തമായിരുന്നു. ആമീൻ. അഹായ് ബാറക്മോ Church
ചെവിയെടുത്ത് നമ്മുടെ ഭാഗവായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം. ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന സുവിശേഷനായ എഴുതിയ രക്ഷാസുവിശേഷമാകുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ നിന്ന് പരിശുദ്ധനെ പറയാമെന്ന ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തിന്റെ ആ നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. വൈദ്യുതി വളർന്നു, ആത്മാവിലായി വരികയും ജ്ഞാനം കൊണ്ട് നിറയുകയും ചെയ്തു. ദൈവത്തിന്റെ കൃപയും അവന്റെ മേലുണ്ടായിരുന്നു. യേശുവിന്റെ സ്വന്തം ആളുകൾ ആണ്ടുതോറും പെരുന്നാളിന് പോകാറുണ്ടായിരുന്നു. അവർ പെരുന്നാളിന് മുസ്ലിമിൽ പോയി. യേശുവിന് 12 വയസ്സായപ്പോൾ 12 പ്രകാരം അവർ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് അവർ മടങ്ങിയപ്പോൾ ബാലനായ യേശു ഉർസ്ലേമിൽ തന്നെ താമസിക്കുകയായിരുന്നു. മാതാവും യോസേഫും അതറിഞ്ഞില്ല. കൂട്ടുയാത്രക്കാരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. ഒരു ദിവസത്തെ വഴി അകലം ചെന്നപ്പോൾ അവർ കുട്ടിയെ തങ്ങളുടെ ദാസക്കാരുടെ അടുക്കലും പരിചയക്കാരുടെ കൂട്ടത്തിലും അന്വേഷിച്ചു. അവനെ കണ്ടെത്താക്കിയാൽ അന്വേഷിച്ചുകൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തി. അവൻ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ നിന്ന് അവരിൽ നിന്ന് കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവരെ എല്ലാവരും അവന്റെ ജ്ഞാനത്തെയും വചനങ്ങളെയും കുറിച്ച് വിസ്മയിച്ചു. മാതാപിതാക്കൾ അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. മാതാവ് അവനോട്, എൻ്റെ മകനെ, എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പ്രവർത്തിച്ചത്? എൻ്റെ പിതാവും ഞാനും വളരെ വേദനിച്ച് അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് അവരോട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടത് എനിക്ക് യുക്തമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെയോ എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞ വചനങ്ങൾ അവർക്ക് മനസ്സിലായില്ല. കണ്ടാലും അവൻ അവരോടൊന്നിച്ച് നസറേത്തിൽ ചെന്ന് അവർക്ക് അനുസരണമുള്ളവനായി പാർത്തു. ശൈനോ ശിലോ Min
നല്ല ഔന്നത്യവും സദായിപ്പോഴും ഇടപെടാതെ അങ്ങേക്ക് കരറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദാവീദിൻ പുത്രിയായ കന്യകമറിയാമിൽ കൂടെ പ്രത്യക്ഷപ്പെടുകയും ബേത്ലഹേമോ തന്നെ ആദരിക്കുകയും യോർദ്ദാൻ നദികൾ പരിശുദ്ധ രൂപയാൽ ഏറ്റുപറയപ്പെടുകയും ചെയ്തു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയുടെ വിധത്തിൽ പുരുഷയാഗമായി തീർന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ഉത്തമനാഥനായ ഞങ്ങളുടെ തമ്പുരാനെ, ഈ ദൈവികയാകുന്നതും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാടുകളിലും കാലങ്ങളിലും നിന്റെ അടിയാരായുധങ്ങളുടെ ആയുഷ്കാലമൊക്കെ സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമായിരിക്കുന്നു. കാരുണ്യവനായ കർത്താവിനും ഭാഗ്യം, പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകിയും ദിവ്യം സ്വർഗീയമായ ത്രേസ്യങ്ങളുടെ മുമ്പാകിയും ഭയങ്കരമായ കുർബാനയുടെ മുമ്പാകിയും ബഹുമാനപ്പെട്ട ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. വിശ്വാസമുള്ള നിന്റെ ജനത്തിന്റെ പാപങ്ങള് അനുഗ്രഹം ചെയ്യണം. എന്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ വൃതങ്ങളായ സകല പരേതരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവന്റെ പ്രജാനെ അവരുടെ ആത്മദേഹികളെ നീ ആശ്വസിപ്പിക്കണമേ. കരുണയും മനോഹരമാകുന്ന ആ പനിമഞ്ഞവരുടെ അസ്ഥികളിൽ മേൽ നീ തെളിക്കും. കർത്താവ് മഹത്വത്തിന്റെ ഉടയവനെ, ഞങ്ങൾക്കുള്ള വിഷയാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ ബാഹുര്യം ആയിരിക്കണമേ. അതാ നീ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ സഹായിക്കാനായിട്ട് അവിടുന്ന് വേഗം വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ. സഹിക്കുവാൻ പാടില്ലാത്ത കഠിന ശിക്ഷകളെ നമ്മളിൽ നിന്ന് നീക്കിക്കളയണമേ. കോപസൂര്യങ്ങളായ വടികളെ മാറ്റിക്കളയണമേ. സമാധാനം അനുഭവിക്കുന്നവർക്കുള്ള ഔത്തമമായ അന്തത്തിനെ ഞങ്ങളുടെ യോഗ്യരാക്കി തീർക്കണമേ. ദൈവത്വത്തിന് മുൻപാകരവുമായ ആ കൃഷ്ണീയം സൗജന്യമായിട്ട് ഞങ്ങൾക്ക് തരണമേ. നല്ലോരന്തത്തിൽ നീ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സർവാധിപതിയായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ
ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് ഈ നിന്റെ മക്കൾ ഇന്ന് നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാ ഞങ്ങൾ ഭാവിയുള്ള കുറ്റക്കാരുമായി നിന്നപ്പോൾ നിന്റെ രക്തത്താൽ ഞങ്ങളെ വിതയ്ക്കുക. നിന്റെ മക്കളും അവകാശികളും ആക്കി തീർത്തിരിക്കുന്നവരോ. പാപകരങ്ങളായ അടിയന്റെ കൈകളിലൂടെ നിന്റെ ആടുകളെ ഇന്ന് ഈ നീ അംഗീകരിക്കേണ്ടവേ. മാലിന്യരഹിതങ്ങൾ കണക്കുവാൻ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരെ തിരുസന്നിധിയിൽ ആശ്വസിപ്പിക്കണമേ. ശിക്ഷകളും പാപത്തിന്റെ വടികളും അപകടങ്ങളും വ്യാധികളും വൈശാചിക വ്യാപാരങ്ങളും കരുണയോട് നീക്കിത്തരണമേ. അതാ ഞങ്ങളുടെ മരിച്ചുപോയവരെ തിരുസന്നിധിയിൽ ചേർക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും. ഓശോ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ജ്ഞാനത്തുതിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം തന്നെ ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സകലവും ഭൂമിയിൽ പിതാവിനാൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സരാശരി പിതാവിനോടൊന്നായിരിക്കുന്നവനും സകലവും താൻ മൂലമുള്ളതായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദേവാലയമായ സൂര്യനിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ടു, കഠിനം ഭവിച്ചു, മരിച്ചു അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് വാഴ്ത്തുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയി എഴുതിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ ഏകകാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിൽപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്രീയന്മാരും ഉപാധിയും സംസാരിച്ചതുമായ ജീവനും വിശുദ്ധയുമായതും സാധുവും സൈന്യവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഒന്ന് മാത്രമാണ് പറഞ്ഞ് മരിച്ചുപോയവരും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സ്നേഹവും കരുണയോടുമായ ഞങ്ങളുടെ ദൈവമേ, നീ കൃപയോട് ലോകത്തെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സഭയ്ക്ക് ദൈവിക സമാധാനം കൽപ്പിച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നന്ദിയേകാരണം പരിശുദ്ധ റുഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവന് തമ്മിൽ സമാധാനം കൊടുക്കണം. പരിശുദ്ധ സമാധാന ശേഷം കരുണയുള്ള ദാനം ഭാഗ്യം നാം തലവരിക്കണം. സഭയുടെ മക്കൾ അങ്ങയുടെ സന്നദ്ധിയിൽ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുന്നു. അനുഗ്രഹപൂർണമായ ആതൃകരം ആവശ്യപ്പെട്ട് നീ ഇവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്ക് നന്ദിയേകാരണം പരിശുദ്ധരും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ പാപങ്ങൾക്കും വേണ്ടി മോചനം യാചിക്കുന്നതിനായിട്ട് സഭയുടെ മക്കൾ നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കണമേ. രക്ഷാർജിതമല്ലാത്ത ഈ വിജയാനുഷ്ഠാനം നിറവേറ്റുവാൻ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കൽപ്പിച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നന്ദിയേകാരണം പരിശുദ്ധ റുഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റും. ഓശോ എല്ലാവരും
ഇതുപോലും നിശ്ചയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടുമാണ് ദൈവത്തോടും കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഈ ശ്രേഷ്ഠപിതാവിനെതിരായി നമ്മളും പ്രാഗ്യപ്പെട്ടിരിക്കുന്ന പവിത്രവും പരിശുദ്ധമായ കുർബാനയെ സൂക്ഷിക്കണം. നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെ ശരീരത്തിലേക്ക് ഉടയുന്ന പിതാവ് ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും കാണിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും കൃപയും പരിശുദ്ധരൂപായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യ ഭജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും ജാലങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമ്മുടെ തമ്പുരാനിരിക്കുന്നിടമായ മേൽപ്പെട്ട മഹോന്നതങ്ങളിലായിരിക്കണം. ഭയഭക്തിയോടുകൂടി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ആ സ്വർഗീയ ഗണങ്ങളാരും മഹത്വപ്പെടുത്തുന്നു. ആയവനെ 3 പ്രാദേശിക പാട്ടുകൾ പാടി ഇന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവം തമ്പുരാൻ മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നിയപ്പോൾ അവിടുന്ന് ശരീരം ധരിച്ചു. ഹിനനായി തീർന്നതിന്റെ പ്രകാരം കഷ്ടത അനുഭവിക്കുമ്പോൾ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ രാത്രിയിൽ തർക്കരങ്ങളെല്ലാം എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി. നൽകിക്കൊണ്ടവരോട് ഇങ്ങനെ അരുളി ചെയ്തു. വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി ഖണ്ഡിക്കപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ തിരുവത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം ദിവ്യനിർക്കരങ്ങളിൽ എടുത്തു. അത് വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയെടുത്തതായിരുന്നു. താൻ അതിനെ വാഴ്ത്തി
തന്റെ പരിശുദ്ധത്തിലേഖന്മാർക്ക് നൽകിയിട്ടുള്ളവരോട് ഇങ്ങനെ അരുളിത്തിരിക്കും. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തു കൊള്ളി. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന പുതിയ നിയമലക്തമാകുന്നു. ഇത് ഈ ദിവ്യരഹസ്യത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴെല്ലാം എൻ്റെ വരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവീൻ എന്ന് നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ച് ഇതിനെ അവർക്ക് ഫലമേൽപ്പിച്ചു. അതാമോദോസേ രക്ഷാകരമായ നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും അടയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കോട്ടത്തിൽ അവകാശിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാക്കണമേ. ഹോശോ വപോസ്വാ
എന്നും ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 വാളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീർക്കീസായ മോറാൻ മോറിഗ്നാത്തോസ് അഫ്രേൻ രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബോൻമോർ ബെസേലിയസ് തോമസ് പ്രധാനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ബോൻമോർ തീത്തോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കുമാറാകണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റോഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിലും നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടു വരുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രയാസം അനുഭവിക്കുന്നവരെയും ദുഃഖിതന്മാരെയും ദരിദ്രന്മാരെയും അഗതികളെയും പ്രദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും നിരവകളെയും അനാഥരെയും സംരക്ഷിച്ച് പുലർത്തുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റോഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭയിലെ നേതാക്കളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തമാനന്തരമായി ജീവിതത്തിൽ മുമ്പാകെ നയിക്കുവാനും ഞങ്ങളുടെ ഭരണകർത്താക്കളാൽ ദയാപൂർവം വീക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സലോക്ഷങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരാത്മീയന്മാരെയും പ്രസംഗാരാത്മികന്മാരെയും ദേവംഗ്ലീസന്മാരെയും സഹോദരന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മോറിഫാനൻ മബ്ദാനായും ഷമ്മാശന്മാരിൽ പ്രധാനിക സഹോദരന്മാരിൽ മുമ്പിലും പരിശുദ്ധനും മാത്രമുള്ളവരുമായ മോർ സ്തേഫാനോസിനെയും സ്നേഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ പിതാവായ മോർ തോമാസ് ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പുണ്യപ്രവർത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ൈകികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും
നിക്കായാലും കുസ്തിനോപോലിസിലും എഫേസൂസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതുസന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാത്തിയോസും അതാനാത്തിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലക്തിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും അറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീർക്കീസ് മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മോർ യാക്കോബ് പ്രധാനായും മോർ അപ്രേമും മോർ യാക്കോബും മോർ സഹാബും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർത്തോമോയും മോർ ശമവോൻ ദസ്തുനോയും തെരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും മൊറാൻ മോർ ഇഗ്നാത്തിയോസ് എലിയാസത്തിയൻ പാത്രീർക്കീസും മോർ ബെസേലിയോസ് തിർദോമഫ്രിയാനായും മലങ്കരയിലെ മാർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മൊറത്താത്തിയോസ് ലീബാ ബാവായും മൊറത്താനാസ്യോസ് പൗലോസ് തിരുമേനിയുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിന്റെ പാർമയിൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ നിന്റെ പരിശുദ്ധനോ കാണിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മനുഷ്യരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന അട്ടഹസിച്ച് പറയണം. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയ വേണ്ടകാര്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിൽ നിന്നും അതിവേദനകളിൽ നിന്നും അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരും തന്നെ ശരണപ്പെടുന്നു. നിന്റെ മഹാകരുണയാൽ ഞങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങൾ നിന്ന് രക്ഷിക്കുമാറാകണമേ. തന്മൂലം സുലഭത്തിലും എന്ന പോലെ ഇതിനാലും സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ നിന്റെ പരിശുദ്ധ റൂഹായുടെ നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് വാഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ.
സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടുള്ള വലിയ സ്നേഹം മുഖാന്തരം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെ കൂട്ടിയെടുത്തിയിരിക്കുന്നതല്ലോ. പിതാവാം ദൈവമേ, നിന്നെ സ്തുതിക്കുന്ന പരിശുദ്ധ രൂപയെ ഒന്നിക്കുന്നു.
പുത്രൻ തമ്പുരാൻ തന്നിട്ടുള്ള പ്രാർത്ഥന ഹൃദയവേദനയോടെ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, എന്ത് നിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നേടിത്തന്നുവല്ലോ. ദുഷ്ടനിൽ നിന്നും രീതികളിൽ നിന്നും അവർ മുഖാന്തരമുണ്ടാകുന്ന വീടുകളിൽ നിന്നും ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ആദനം പരിശുദ്ധരൂഹായിക്കും ഇടവിടാതെ സ്വതയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വീണ്ടും കാരണവനായ കർത്താവിനും നാം തലവലിക്കണം. സകല സൃഷ്ടികളും തങ്ങളുടെ തലകളെ ഉണക്കിക്കൊണ്ട് നിൽക്കുന്നു. നാഥാസഭയുടെ മക്കളുടെ നേരെ അങ്ങേക്കും മനസ്സറിവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യവും നടക്കുന്നതിൻ്റെ ആദനം പരിശുദ്ധരൂഹായിക്കും ഇടവിടാതെ ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭവം ആദ്യം അന്തവുമില്ലാത്തതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും കരുണകളും എൻ്റെ വാത്സല്യ ഭജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിനയങ്ങളോടും കൂടി നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും എടുത്തുള്ളവർക്കും മാത്രം ലോകത്തെ സൃഷ്ടിച്ചുണ്ടാക്കിയ പരിശുദ്ധനായ നമ്മോടുകൂടെ അതിനെ രക്ഷിച്ചെടുത്ത പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകാവുന്നതുമായ സകലത്തെയും മൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഗുരുവായും നമ്മോടുകൂടെ കർത്താവിൻ്റെ നാമം ആദികാലം എന്നേക്കും അനുഗ്രഹീതമായിരിക്കട്ടെ. തിരുസുതരായി കരുവാനം മേ ആ
മംഗളമായി രാജഭാമിനിയും നിങ്ങളുടെ കരജൻ ശുദ്ധതയുടെ മഹാപരിശുദ്ധ സ്ഥലത്തെല്ലാ വിശുദ്ധന്മാരെ കാളികളിരിക്കുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ച ശുദ്ധിമതിയായ മാതാവേ, അമ്മേ, നീ സകലത്തിലും മഹത്വമുള്ളവളല്ലോ. ഇപ്പോൾ ഈ അപേക്ഷയെ കൊണ്ട് സകലരെയും പരാജയിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് നിന്റെ ഏകാഗ്രനോട് പ്രാർത്ഥിക്കണമേ. കരുണയുടെ വാതിലുടെ മണ്ണാരവുമായ ഞങ്ങളുടെ കർത്താവിന് നിന്റെ ഉദരത്തിൽ പേറി അവനെ പ്രസവിച്ചു. നിന്റെ കൈകളാൽ മാത്രം അവനെ വളർത്തി. ആ നിന്റെ ഏകജാതനോട് അമ്മേ, നിന്റെ മക്കൾക്ക് വേണ്ടി നിന്നെയും പ്രാർത്ഥിക്കണം.
കരുണയുടെ വാതിലും സകലന്മകളുടെ മണ്ണാരവുമായവൻ ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായവനെ അതാ നിന്റെ മാതാവിൻ്റെ മഹാമധ്യസ്ഥതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥന ഈ മക്കളോട് കൂടെ ഇരിക്കണമേ. ഇവർ യാതൊന്നിലും തോറ്റു പോകാതിരിക്കാൻ അപേക്ഷിക്കണമേ. ശിക്ഷകളും കോപത്തിൻ്റെ വഴികളും അപകടങ്ങളും വ്യാധികളും പൈശാചിക വ്യാപാരങ്ങളും നീങ്ങിക്കിട്ടുവാൻ അമ്മേ നിന്റെ ഏകജാതനോട് ഇന്ന് പ്രാർത്ഥിക്കണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥന ഈ മക്കളോടുകൂടി ഇരിക്കണമേ. ദൂരെ ആയിരിക്കുന്നവർ കേടുകൂടാതെ സംരക്ഷിക്കപ്പെടണമേ. അടുത്തുള്ളവർ ജീവിക്കുമാറാകണമേ. പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും പൊതുവായി കാത്തുകൊള്ളപ്പെടുവാൻ അമ്മേ നിന്റെ ഏകജാതനോട് ഇന്ന് പ്രാർത്ഥിക്കണമേ. രാത്രിയിലും പകലിലും അമ്മയുടെ പ്രാർത്ഥന ഈ മക്കളോടുകൂടെ ഇരിക്കണമേ. രഹസ്യത്തിലും പരസ്യത്തിലും വരാവുന്ന ശത്രുതകളിൽ നിന്ന് നിന്റെ മക്കളെ രക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. അമ്മേ ഇവരെയും ബലഹീനരായ ഞങ്ങളെയും സകല പട്ടക്കാരെയും ശമാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ വിശ്വാസികളുടെ കൂട്ടത്തെയും ഈ പ്രാർത്ഥന നിർവർത്തിക്കുന്ന നിന്റെ മക്കളെ സംരക്ഷിക്കുവാൻ അപേക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്നിട്ട് 3 പ്രാവശ്യം ഒരേ പൈശാചിക ചതിയിൽ ബിംബങ്ങൾ
മുഖാന്തരം ഈ പ്രാർത്ഥന നിറവേറ്റിയവരുടെ സംബന്ധിച്ചവരുമായവരെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധന്മാരുടെ നാമത്തിൽ ഇപ്പോൾ ഭൂമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ഗീവർഗീസയുടെയും പരിശുദ്ധനായ ഇഗ്നാത്തിയോസിന്റെയും മധ്യസ്ഥതയിൽ അഭയപ്പെടാം. നയവാൻ പോലെ തടുത്തിടുമേ വളരും അവന്റെ ബാലവും കാതുകിൽ പോൽ പുഷ്ടികളും സമയമേതല്ലോ മോരഗണാദേയോ Al
ഹല്ലേലൂയ. നമ്മുടെ ഞങ്ങളുടെ സ്ഥാനത്തെന്നും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി എഴുന്നള്ളുകയും ചെയ്യുന്നവനുമായ ദൈവപുത്ര പുണ്യം നൽകുന്നതായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ അടിയാർക്ക് പുണ്യം ദൈവമായ കർത്താവ് ദൃശ്യമായ കരുണയാവതരിപ്പിച്ച് ഞങ്ങളുടെ കർത്താവിൽ നിന്നേക്ക് ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമണിവാൽ കൃപ ചെയ്യണമുത്തരമരുളി കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി കൃപ ഞങ്ങളിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ഞങ്ങൾ പാലം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതും ഞങ്ങളുടെ ശിക്ഷയ്ക്കും മുതലാകത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ഈ സ്വർഗീയ മേശയിൽ നിന്നും നിന്റെ മക്കളാണെന്ന് അനുഭവിച്ച് തന്നെയോട് നിന്റെ തിരുനാമത്തെ സ്തുതിക്കുന്നു. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കും. ഓശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധരഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കല്ലുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലമുനിക്കണം. മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിനായിട്ട് സ്വർഗം നിന്റെ പിതാവിന്റെയും പരിശുദ്ധരുടെയും ഇഷ്ടപ്രകാരം കാൽവഴിയുടെ വേദത്തിൽ കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടിയാകുമായിരുന്നു ഞങ്ങളെ രക്ഷിച്ചു കണ്ടു. എന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ.
നിന്നിലുള്ള ഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസം ആഴമുള്ളതായി തീരണമേ. സുഹൃത നടപടികളെ കൊണ്ട് മാത്രം ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങളുടെ മരിച്ചു പോയവരെ നിന്റെ തിരുസന്നതിയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കുന്നു സദായിപ്പോഴും സ്തോത്രവും സമർപ്പിക്കും. ഓശോ പരമോന്നതമതിലമരും പരനാം ദേവാ കൃപ നിറയും കരുണ കണ്ണാൽ സൂക്ഷിക്കണമേ. വാഴ്ത്തുക ഞങ്ങളേശ കതരുളുക നിർമ്മാതാവേ കർത്താവേ തുണയായവനേ കാണിക്കണമേ ജീവവഴി. ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥാ പുണ്യം ഞങ്ങൾക്കും വിതരർക്കും നൽകാം. മറിയാമിൻ ശരണം ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരാണ്. കർത്താവിൻ്റെ ഭഗവതിഹാരം നൽകുന്ന ആ പരിശുദ്ധ മരുവായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും വാഴുകളോടും കൂടെ പരിശുദ്ധ തത്വത്തിൻ്റെ കൃപയ്ക്കും കരുണകൾക്കും ഞങ്ങളെ ഞങ്ങൾ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകും. ദുരസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചു പോയവർ നമ്മുടെ കർത്താവിൻ്റെ ജയമസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവർ പരിശുദ്ധ മമോദീസാരുടെ വിഷയമായാൽ മുദ്രകുത്തപ്പെട്ടവർ ഈ തട്ടിൽ നിങ്ങളുടെ ഇടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും. ഞാനോ ബലഹീനനും മഹാപാപമാവുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലേ പോകുകയും എന്നാൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മളെ കാണുവാനും രാവിലെയുള്ള പാരമ്പര്യമനുസരിച്ചുള്ള സ്വീകരണത്തിൽ പങ്കുകൊള്ളുവാനും എല്ലാം ദൈവം അനുഗ്രഹിച്ചു. നല്ല അച്ചടക്കമുള്ള ഇടവക, നല്ല ഗീതങ്ങൾ മിതമായി ചൊല്ലുന്ന ഗായക സംഘം, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഇടവക. ഞങ്ങളെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ വികാരിയച്ഛനെ പ്രത്യേകം കുറച്ച് നേരത്തേക്ക് ഒരു 18 മിനിറ്റ് നേരത്തേക്ക് എല്ലാവരും ഇരിക്കണം. ഇന്ന് വിശുദ്ധ കുർബാന സമയത്ത് ഒടുവിലത്തെ സന്ദർഭങ്ങളിൽ എനിക്ക് ശ്വാസം കിട്ടാതെ പോയി. നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുന്നിട്ടില്ല. ഇന്നലത്തെ യാത്ര വളരെ കഠിനകരമായിരുന്നു. ഞങ്ങൾ സമയത്തിന് 1 മണിക്കൂർ പുറപ്പെട്ടു. അവിടെ വന്ന ടിക്കറ്റ് എല്ലാം ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 2-3 മണിക്കൂറായി. ഇങ്ങോട്ടുള്ള 6 മണിക്കൂർ യാത്ര.
9 മണിക്കൂറായി. ഞങ്ങൾ അധികം ബുദ്ധിമാന്മാരായിരുന്നില്ല, വേണ്ടവണ്ണം കരുതി പോകുന്നില്ല. അതിൻ്റേതായ ക്ഷീണവും പ്രയാസവും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഒഴിവാകുകയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വെളിപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കണമേ എന്ന് അറിയിക്കുന്നു. എൻ്റെ അതുപോലെ ഞാൻ നാളെ കഴിഞ്ഞും കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കാലിഫോർണിയയിലേക്ക് പോകും. 1980 ബലഹീനായി ഞാൻ അമേരിക്കയിൽ ആദ്യമായി വന്നത്. അപ്പോൾ ജ്ഞാനായ സമുദായത്തിലെ ഒരു എപ്പിസ്കോപ്പ സൈമൺ, അദ്ദേഹം യൂണിയൻ സെമിനാരിയിൽ ന്യൂയോർക്കിൽ മാസത്തിലൊരു കുർബാന ചൊല്ലും. ആരും അറിയില്ല, കേൾക്കുകയില്ല, ഒന്നുമില്ല. ഓർഗനൈസ് ചെയ്യാനൊന്നും ആരും. തിരുമേനിമാർ ബുദ്ധിയുള്ളവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ പോകാൻ പല പ്രാവശ്യം പറഞ്ഞു. ടിക്കറ്റ് ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ ദൈവം കൊടുത്തോളൂന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരും പോരാൻ ആരും തിരുമേനിമാർ തയ്യാറായി. ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി, നീ ആലുവായിലെ തനാശ്വാസത്തിൻ്റെ ത്യാഗമല്ലേ, നീ പുറപ്പെട്ടു പോകും. അങ്ങനെ ഇവിടെ വന്ന് കൂടി ആലോചിച്ച് ആ യാത്രയിൽ 8 സ്ഥലത്ത് വിശുദ്ധ കുർബാന ആരംഭിച്ചിട്ടാണ് പോയത്. പിന്നീടുള്ള വരവിലാണ് ഇങ്ങോട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ വ്യാപരിച്ച് യാത്രയൊക്കെ ചെയ്തത്. ഒരു 28 സ്ഥലത്ത് ആരാധന ആരംഭിച്ച് ഇടവക ആരംഭിച്ചു കഴിഞ്ഞു. ഒരാൾ കാനഡയിൽ പോയി ആരംഭിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ തിരുമേനി മെത്രാപ്പൊലീത്തയായി. ഞാൻ വന്ന സമയം മുതൽ, ഞാൻ വരുന്നതിന് വേണ്ടി വന്ന സമയം മുതൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ചെയ്യുന്നു. അദ്ദേഹത്തെ നന്ദിയോടെ ഓർക്കുന്നു. അനുവദിച്ച അനുഗ്രഹിച്ച പരിശുദ്ധ കത്തോലിക്കായ നന്ദിയോടെ ഓർക്കുന്നു. മധ്യപൂർവ്വദേശത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. തമ്പുരാനെ പറ്റി അമ്മയുടെ നാമത്തിലുള്ള ഈ ഇടവകയിലെ പെരുന്നാളാണ് വാർഷികം. അമ്മയെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ, ലോകത്തിൽ ഏറ്റവും വലിയ സുവിശേഷ വേല ചെയ്തത് തമ്പുരാനെ പറ്റിയ അമ്മയാണ്. അതിൻ്റെ ചരിത്രം വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ, ഈ നാമത്തിലാണല്ലോ ഈ പള്ളി. അതുകൊണ്ട് ഈ ചരിത്രം ഈ ദൈവമക്കൾ പഠിച്ചിരിക്കും. യേശുക്രിസ്തു യോഹന്നാനെ വിളിച്ചിട്ട്, ഇതാ എൻ്റെ അമ്മ, അമ്മയോട് ഇതാണ് എൻ്റെ മകൻ. അങ്ങനെ അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു. സുവിശേഷ വേലയുടെ ചുമതലയും യോഹന്നാൻ. പത്രോസിന് സഭയുടെ ഭരണം. കല്യാണ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ ഒന്ന് ചൊല്ലാൻ എനിക്ക് വയ്യ. സുവിശേഷ യോഹന്നാൻ എന്ന് പറയുന്നു. പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസം ഇറങ്ങി വന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ വേലയ്ക്ക് അപ്പോസ്തലന്മാരെ അയക്കുകയാണ്. അയച്ച കൂട്ടത്തിൽ യോഹന്നാനെ അയച്ചത് എഫേസോസിലേക്കാണ്, ടർക്കിയിൽ. അമ്മയ്ക്ക് യോഹന്നാൻ്റെ കൂടെ ഒന്ന് മാറാൻ അവകാശമില്ല. മകന് അമ്മയെ വിട്ടു നിൽക്കാനും അവകാശമില്ല. എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ ഇത്രയും ദൂരം നമുക്ക് പറയാനറിയില്ല. ഒന്ന് നമുക്കറിയാം, ഏലിയാവും മോശയും ഉയരത്തിൽ നിന്ന് രഥത്തിലിറങ്ങി വന്നു. രഥത്തിൽ ഉയരത്തിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം. ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് ഗസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ. പണ്ടത്തെ പോലെ വാക്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അവൻ ചെല്ലുമ്പോൾ കന്നക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ ഏശായ പ്രവചനം വായിച്ചു കൊണ്ടിരിക്കുകയാണ്.
നീ വായിക്കുന്നത് വല്ലതും തിരിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. വ്യാഖ്യാനിച്ചു തരാൻ ആരെങ്കിലും കൂടാതെ ഇങ്ങനെ എങ്ങനെ മനസ്സിലാവും? അവൻ ചേർന്ന് നടന്നു. വ്യാഖ്യാനം പറയാൻ തുടങ്ങിയപ്പോൾ ആ ഷണ്ണൻ പറഞ്ഞു, ഈ രഥത്തിൽ കയറി എന്നോടുകൂടെ ഇരിക്കണം. അങ്ങനെ കയറിയിരുന്നു. വ്യാഖ്യാനിച്ചു കൊടുത്തു. അടുത്ത തോട് അല്ലെങ്കിൽ ചെറിയ വെള്ളമുള്ള ആ നദി അവിടെ വന്നപ്പോൾ ഈ ഷണ്ണൻ, എനിക്ക് മാമോദീസ മുങ്ങുന്ന എന്തെങ്കിലും തടസ്സമുണ്ട്. രണ്ടുപേരും രഥത്തിൽ നിന്നിറങ്ങി വെള്ളത്തിൽ ഫിലിപ്പോസ് ഷണ്ണനെ മാമോദീസ നോക്കി. വാത്സല്യ മക്കളെ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ വെള്ളത്തിൽ നിന്ന് കരകയറിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവനെ അസ്തോദിലാണ് നിർത്തിയത്. 22 നാഴിക ദൂരം. ഇവിടെ ഒരു ചോദ്യം വരുന്നു. ഏലിയാവിനെ, മോശയെ, ഫിലിപ്പോസിനെ, ഇവരിൽ ആരാണ് വലുത്? യേശുവിൻ്റെ അമ്മ. എന്തുകൊണ്ട്? ലോകത്തിൽ ഇനി ആർക്കും സാധിക്കാത്ത വലിയ പരിശുദ്ധ കർമ്മം അവൾ ചെയ്തു. യേശുവിന് ജഡം ധരിക്കാനുള്ള ശരീരവും രക്തവും മാംസവും കൊടുത്തത് കന്യാമറിയാമാണ്. വേണ്ടവണ്ണം പഠിച്ചു കൊടുക്കണം. യേശു ക്രിസ്തുവിന് ജഡധാരണം ചെയ്യുന്നതിനുള്ള രക്തവും മാംസവും കൊടുത്തത് കന്യാമറിയാമാണ്. വേറെ അത് ചെയ്യാൻ അവകാശപ്പെട്ടില്ല, ശുദ്ധീകരിക്കപ്പെട്ടില്ല, അധികാരപ്പെട്ടില്ല. പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള പാപം എന്തായാലും ചോദിക്കുമ്പോൾ അത് സുപ്രധാനം. കന്യാമറിയാമിനെ മധ്യസ്ഥത യാചിക്കാതെയും അവളെ ഓർക്കാതെയും ഇരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. ലോകമതിശയിച്ച വ്യാധികൾ പ്രാർത്ഥിക്കുക, മരിച്ചവരെ ഉറപ്പിച്ച വിശുദ്ധന്മാർ എല്ലാവരും കന്യാമറിയാമിനെ ലോകത്തിൻ്റെ മാതാവ്, യേശുക്രിസ്തുവിൻ്റെ മാതാവ് എന്ന് സ്വീകരിച്ചു. ആ ഭാഗം വിട്ടിട്ട് വേഗം മുമ്പോട്ട് പോകണം. നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ 18 മിനിറ്റല്ലേ. 1 മിനിറ്റ് കൂടിയാൽ വേണ്ട, കൂടണ്ട. ജോണല്ലേ അല്ല, ശരി വരികയാണ്. പേരെന്താ? കണ്ട ആലുകനല്ലേ? ആ, കൂടിയത് സൈസ്. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് വാത്സല്യ മക്കളെ, എങ്ങനെ യോഹന്നാനും അമ്മയും പോയി എന്ന് ചോദിച്ചാൽ, ഏലിയാവിൻ്റെ ദൈവം, മോശയുടെ ദൈവം, ഫിലിപ്പോസിൻ്റെ ദൈവം, കടലിൽ വെള്ളത്തിന്മേൽ നടന്ന യേശു അവർക്ക് ശക്തി കൊടുത്തു, വാഹനം വേണ്ടെടുത്ത് വാഹനം കൊടുത്തു, എല്ലാം കൊടുത്ത് അവരെ കൊണ്ടുപോയി ടർക്കി ചെന്നു. അവിടെ ചെന്നപ്പോൾ എഫേസോസിൽ അന്ന് ലോകത്തിൽ മാർബിൾ റോഡുള്ളത് അവിടെ മാത്രമുള്ളൂ. 30 അടി വീതിയുള്ള മാർബിൾ റോഡ്. റോഡ് തിരിഞ്ഞത് കുറേ വടക്ക് വശത്ത് നോക്കുമ്പോൾ 2 മല. ആ മലയുടെ അടിയിൽ ഏറ്റവും വലിയ 2 പട്ടണങ്ങളാണ്. അത് ആ നാട്ടിലൊക്കെ സാധാരണയാണ്. യോഹന്നാൻ മാർബിൾ റോഡിൽ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ വിളിച്ചു, മോനെ അതല്ല, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടാ തെക്ക് പടിഞ്ഞാറ് മാറിക്കണുന്ന ആ റോഡിൽ പോകണം. അങ്ങനെ 7.5 നാഴിക ചെന്നു. അവിടെ ചെന്നപ്പോൾ അർത്തേമീസ് ദേവിയാണ് ടർക്കി രാജ്യക്കാരുടെ ഏറ്റവും വലിയ ദൈവം. ആ മലയുടെ അടിവാരത്ത് ചെന്നു. ഇത് ചരിത്രമാണ്. മലയുടെ പേര് സെൽക്കക്ക് പർവ്വതം. അമ്മയും യോഹന്നാനും ആ മല കയറി, കഷ്ടപ്പെട്ട് കയറി. അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. ദാഹിച്ച് കഷ്ടപ്പെട്ട് ഈ മലയുടെ അടിവാരത്തിൽ അവിടെ ഒരു ഉറവ പൊട്ടി പുറപ്പെട്ടു. 1940-കളിൽ
ലോക ക്രൈസ്തവ സംഘടന WCCയും അമേരിക്കയും റഷ്യയും കൂടെ ഗവേഷണം നടത്തി ആ മലയുടെ ഉറവ പൊട്ടിപ്പുറപ്പെട്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. പോയാൽ കാണും. ഇപ്പോൾ പോയിട്ടുള്ളവരൊക്കെ കാണും. ഞങ്ങൾ ആ മല കയറി 302 അടി മല കയറാനുണ്ട്. പിന്നെ 1700 ശിഷ്ടമടി കയറി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. അവിടെ ഒരു കവാടം കണ്ടു, അതിൽ കൂടെ അകത്തേക്ക് കിടന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ആരും സംസാരിച്ചുകൂടാ. പുരുഷന്മാർക്കുള്ള വസ്ത്രം, സ്ത്രീകൾക്കുള്ള വസ്ത്രം, അതെല്ലാം 2 വലിയ തണ്ടികളിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അർത്ഥനഗ്നമായ വസ്ത്രം ധരിച്ച് കയറാൻ അനുവദിക്കില്ല. ഇപ്പോഴും വാത്സല്യ മക്കളെ, മലയുടെ നേർച്ചയിൽ 302 അടി താഴെയുള്ള താഴ്വരയിൽ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ പേര് അൽഡാഗ് എന്നാണ്. ടർക്കി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ആദായ മാർഗം അതാണ്. അവിടെ ചെല്ലുന്ന ആളുകൾ കഴിക്കുന്ന വഴിപാടിനും മറ്റും കണക്കിൽ വാരി എറിയുകയാണ്. അതിൻ്റെ വടക്കേ മുറ്റത്ത് ഒരു വലിയ മാമോദീസ തൊട്ടിയുണ്ട്, വലിയ കിണറിനേക്കാൾ വലുത്. അന്ന് വൈകുന്നേരം അമ്മയും മകനും പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. അപ്പോൾ ടർക്കി രാജ്യമെമ്പാടും ചുവന്ന മഞ്ഞ് പെയ്തു. എല്ലാവരും നോക്കിത്തുടങ്ങി. 7 നാഴിക അപ്പുറത്ത് മലയുടെ പടിഞ്ഞാറേ ചെരുവിൽ 26,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണ്. പഴയ ബൈബിൾ ഖണ്ഡിൽ കാണും. ആ സ്റ്റേഡിയത്തിൽ നൃത്തം കാണാൻ വന്ന ടർക്കിക്കാർ നോക്കിയപ്പോൾ ചുവന്ന വെളിച്ചം വരും. അത് അർത്തേമിസ് ദേവിയുടെ തലയിൽ നിന്ന്. അർത്തേമിസ് ദേവിക്ക് പുതിയ അവതാരമുണ്ടായിരിക്കുന്നു എന്ന ശക്തി ഉണ്ടായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ട് ഈ നൃത്തം കാണാൻ വന്നവരിൽ വളരെ പേര് മലയിലേക്ക് ഓടി. 7 നാഴിക ചെന്നപ്പോൾ 2 പേര് നിൽക്കുന്ന ഒരു കന്യകയും ഒരു ചെറുപ്പക്കാരൻ. ആ പുരുഷൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അർത്തേമിസ് ദേവിയെ ആരാധിക്കുന്നതിന് ചുവന്ന വസ്ത്രകഷ്ണമുണ്ടാണ് പോകുന്നത്. കാരണം അവളുടെ കഴുത്ത് മുതൽ കൺകാളുകളുടെ മുഴുവൻ സ്ഥലങ്ങളാണ്. അത് മറയ്ക്കാനും ആ സ്ത്രീയോട് ചേർന്ന ആ പുരുഷൻ വിളിച്ചു പറഞ്ഞു, ഇത് അർത്തേമിസ് ദേവിയല്ല. നിങ്ങളുടെ ദീർഘദർശി 750 വർഷം മുൻപ് കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അമ്മാനുവേൽ എന്ന് പേരിടണം, അവൻ മനുഷ്യവർഗത്തെ രക്ഷിക്കും. ആ കന്യകയാകുന്നു ഇവൾ, അർത്തേമിസ് ദേവിയല്ല. അത് പരിശുദ്ധാത്മാ നിറവിൽ നിന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ അവരുടെ കയ്യിലിരുന്ന ചുവന്ന വസ്ത്രങ്ങളെല്ലാം ഇട്ടിട്ട് വന്ന് യേശുവിൻ്റെ പേര് നമസ്കരിച്ചു. അമ്മ അവിടെ നിന്ന് സുവിശേഷം പറഞ്ഞു. 3000 പേര് ആ സുവിശേഷ വേലയിൽ മാമോദീസ മുങ്ങിയെന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രം. കടന്നു ചെല്ലുന്ന ആദ്യത്തെ മുറി തൈലം പൂശുന്ന മുറി, മൊറോൺ പൂശു. അതിൻ്റെ അപ്പുറത്തുള്ളത് തിരുവത്താഴ്, നടുവിലത്തെ മുറി തിരുവത്താഴ് അനുഭവിക്കണം. അതിൻ്റെ ആ തെക്ക് വശത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ആരും കിടക്കരുത്. യേശുവിൻ്റെ അമ്മ ഉറങ്ങിക്കിടന്ന സ്ഥലമാണ്. മക്കളെ, അവിടെ അമ്മയുടെ സുവിശേഷ മുഖാന്തരം അനവധി ആളുകൾ മാമോദീസാണ്. എഫെസോസിൽ ചെന്ന് ആ എഫെസോസിൻ്റെ ചരിത്രം മേടിച്ച് വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടെ വിശദമായി കിട്ടും. എനിക്ക് തീരെ വയ്യ, ഞാൻ നിർത്തുകയാണ്. ഒന്നുകൂടെ പറയാം, ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷ വേല ചെയ്തത് യേശുവിൻ്റെ അമ്മയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ശ്രീമാനായ ലൂക്കോസെ
ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകരുമായ ആരാണ്? യൗസേപ്പ് മരിച്ചുപോയി, മറ്റുള്ളവരൊക്കെ മരിച്ചുപോയി. ആദ്യം മുതൽ കണ്ട സാക്ഷി അമ്മ മാത്രമാണ്. ഒന്നുകൂടെ ഓർത്തുകൊള്ളണം, ലോകത്തിൽ ഏറ്റവും വലിയ സുവിശേഷ വേല ചെയ്തത് വിശുദ്ധ ദൈവമാതാവാണ്. വിശുദ്ധ ദൈവമാതാവിൻ്റെ നേരെ നോക്കുന്നവർ മനസ്സാന്തരപ്പെട്ടിരുന്നു. നടന്ന അത്ഭുതങ്ങൾ ഞാൻ ഇവിടെ വെച്ച് വിവരിക്കാൻ തുടങ്ങിയാൽ അസാധ്യമാണ്. ഒന്ന്, എനിക്ക് വയ്യ. രണ്ട്, ഇവിടെ സമയം പാലിക്കണം. 17 മിനിറ്റായി. കൂടിപ്പോയി മോനങ്ങനെ പറയുക. ശ്രദ്ധിച്ചു കൊള്ളണം മക്കൾ, കരുതലോട് ജീവിക്കണം. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യേശു ക്രിസ്തു മാത്രമാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ചരിത്രത്തെ മറക്കുന്നവൻ ദൈവത്തെയാണ് മറക്കുന്നത്. ഏറ്റവും വലിയ സുവിശേഷ വേല ചെയ്താണ് ദൈവത്തിൻ്റെ മാതാവ്. നിങ്ങൾക്കറിയാമോ, ബേത്ലഹേമിലെത്തി കഴിയുന്നതിന് മുമ്പേ മാനുഷികമായ നിലയിൽ യേശു നിലവിളിച്ചില്ലേ കുരിശിൽ കിടന്നു. അതുപോലെ കന്യകമറിയാം വാവിട്ട് നിലവിളിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഒരടി എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, കഴുത പുറത്ത് കയറിയിരിക്കാനും പാടില്ല. യൗസേപ്പ് 4 പാട് ഓടി, ആരും വകവെച്ചില്ല. ഉത്സവകാലമായി. അപ്പോൾ എന്തുണ്ടായി? ഒരു വലിയ ഗാനം കേട്ടു. ആ ഗാനം അടുത്തടുത്ത് വരുന്നത് പോലെ തോന്നി. മലാഹമാരുടെ കൂട്ടം ഇറങ്ങി വന്ന് ഈറ്റില്ലത്തിന് വേലി കെട്ടി. അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ മലാഹമാരുടെ സാന്നിധ്യമുണ്ടാകും. ദീർഘിപ്പിക്കാതെ എന്തെങ്കിലും എല്ലാം ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ട് പിടച്ചെഴുന്നേൽക്കും, ഇരുന്ന് ധ്യാനിച്ച് പഠിക്കുന്ന കാലവസ്ഥ. യേശു ക്രിസ്തു കർത്താവും രക്ഷിതാവുമായിരിക്കണമെന്നുള്ളത് യാക്കോബായ സുറിയാനി സഭയുടെ പഠിപ്പിക്കലാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും സഭ ചെയ്യുകയും. പക്ഷേ യേശുവിനെ പറ്റി വളർത്തിയ ആ കന്യകമറിയാം, അവളെ വിശുദ്ധയാണ്. വിശുദ്ധന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ എത്ര സ്ഥലത്താണ് വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത്? 36 സങ്കീർത്തനം വീട്ടിൽ പോയിട്ട് വായിക്കണം. അതിൽ 3 പ്രാവശ്യം വിശുദ്ധന്മാരുടെ കുറിച്ചുള്ള അറിവുണ്ട്. എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കണം. ഞാൻ വന്ന കാര്യം എടുത്ത ബഹുമാനപ്പെട്ട അച്ഛൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് മനസ്സിനടുത്ത് കല്ലുങ്ങൾ ബഹുമാനപ്പെട്ട ഷാനുവച്ചനാണ്. അദ്ദേഹം ഉയർന്ന പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ്. എനിക്ക് പരാതിയൊന്നുമില്ല, പക്ഷേ 88 വയസ്സായി. ഇനി കുറച്ച് വിശ്രമം